ഹലോ, ഒരു ശുഭദിനം ആശംസിക്കുകയാണ്. വിഷയം സനാതന മൂല്യങ്ങളൊക്കെ ഇന്നിപ്പോൾ താറടിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. സത്യത്തിൽ ഇതിത്ര പേടിക്കേണ്ട മൂല്യങ്ങളൊന്നുമല്ല, അതൊരു ജീവിതചര്യ മാത്രമാണ്. നമ്മുടെ സമൂഹത്തിനെ ഒരു കെട്ടുറപ്പുള്ള അന്തരീക്ഷത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ട ചില ബേസിക് കാര്യങ്ങൾ, അടിസ്ഥാനപരമായ കാര്യങ്ങൾ മാത്രമാണ് സനാതനധർമ്മങ്ങളിൽ എഴുതപ്പെട്ടതായിട്ട് എൻ്റെ പരിമിതമായ അറിവ് ഞാൻ വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത്. അപ്പോൾ സ്വന്തം കുടുംബത്തിൽ നിന്ന് തുടങ്ങി സമൂഹത്തിലേക്കും രാജ്യത്തിലേക്കും വൈഭവങ്ങൾ ഉണ്ടാകാൻ ദോഷങ്ങളില്ലാത്ത രീതിയിൽ ഏത് ദുർഘടമായ പ്രതിസന്ധികളെയും തരണം ചെയ്ത് നമ്മൾ കടന്നുപോയി ഒരു നല്ല അവസ്ഥാവിശേഷത്തിൽ എത്തി നിൽക്കാൻ വേണ്ട മാനസികമായ ചോദന ഉണ്ടാക്കുക, അത്രയാണ് ഈ സനാതനധർമ്മങ്ങളിൽ പറയുന്നുള്ളൂ. എന്ന് വെച്ചാൽ മൂല്യബോധമുള്ള ഒരു ജനത സമരസപ്പെട്ടു ജീവിച്ചുകൊള്ളുമെന്നായിരിക്കും അത് എഴുതി വെച്ചവർ വിചാരിച്ചിട്ടുണ്ടാവുക. ഇന്നിപ്പോൾ യുദ്ധങ്ങളുടെയും കെടുതികളുടെയും ഒക്കെ കാലഘട്ടമാണ്. എന്തിനൊക്കെ വേണ്ടിയാണ് മനുഷ്യർ തമ്മിൽ തല്ലിക്കൊണ്ടിരിക്കുന്നത്? പട്ടിണി കിടക്കുന്ന ഒരുപാട് ജനങ്ങൾ ഇതിൽ നിന്നുണ്ടാകുന്നു. അപ്പോൾ പരസ്പരം സാഹോദര്യമായി വർത്തിക്കാൻ സ്നേഹം എന്ന ഒരു വിശ്വാസം, ഒരു കെട്ടുറപ്പുള്ള ബന്ധം സ്നേഹത്തിൽ അധിഷ്ഠിതമായിട്ടുണ്ടാക്കി അതിൽ മാന്യമായ ഒരു ജീവിതം ഓരോ വ്യക്തിയും കാഴ്ചവെക്കുമ്പോൾ സ്വസ്ഥമായ സമാധാനമുള്ള ഒരു കുടുംബവും സമൂഹവും രാജ്യവും ഭൂഖണ്ഡവും ലോകവും ഒക്കെ ഉണ്ടാവുന്നു. ഇപ്പോൾ ഭാരതം ഉയർന്നു വന്നാൽ അന്യരാജ്യങ്ങൾക്ക് കണ്ണുകടിയാണ്. കൂടപ്പിറപ്പ് നന്നായാൽ പോലും മറ്റുള്ളവർക്ക് വിഷമാണ്. കൂട്ടുകാർ നന്നായാൽ അപ്പോഴും വിഷമാണ്. ഇത്തരത്തിൽ അസഹിഷ്ണുക്കളായി തീരാതിരിക്കാനുള്ള കാര്യങ്ങൾ മാത്രമാണ് ഈ സനാതനധർമ്മ മൂല്യങ്ങളിലുള്ളത്. മൂല്യമുള്ള ജീവിതം എന്ന് പറയുമ്പോൾ വെപ്രാളമടിച്ച് എല്ലാത്തിൻ്റെയും പുറകെ ഇങ്ങനെ നമ്മൾ ഓടാതെ സമാധാനമായിട്ട് ജീവിക്കാൻ പറ്റുന്ന ചില ടിപ്സ്, അല്ലെങ്കിൽ നിങ്ങളതെടുത്ത് വായിച്ച് നോക്കൂ. പക്ഷേ മൂല്യം ആത്മാർത്ഥമായിട്ട് കൊണ്ടു നടക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്കേ ഇത് ദഹിക്കുള്ളൂ. മനസ്സിലായോ? വ്യത്യസ്തരായ ജനതകൾ ഈ ലോകത്തുണ്ടാകും, പക്ഷേ മൂല്യബോധമുള്ള ജനത കൂടുതൽ ഉണ്ടാകണം. ഒരു മൈത്രേയൻ ഉണ്ടായിക്കോട്ടെ, അതുപോലെ തന്നെ ഒരു ലെന ഉണ്ടായിക്കോട്ടെ, അതേപോലെ തന്നെ ഒരുപാട് വ്യത്യസ്തമായ കാഴ്ചപ്പാടുകളിലൂടെ ജീവിതത്തിനെ കൊണ്ടുപോകുന്നവർ, അവരെ ഒന്നും നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല. പക്ഷേ എല്ലാവരും അത്തരം ചിന്താഗതികളിലേക്ക് പോകുമ്പോൾ ഉണ്ടാകുന്ന മാത്സര്യങ്ങളെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കണം. അന്യൻ്റെ ഭാര്യയെ ആഗ്രഹിക്കുക, അന്യൻ്റെ ഭർത്താവിനെ ആഗ്രഹിക്കുക, അതുപോലെ തന്നെ മറ്റു കുടുംബങ്ങളിലെയും സമൂഹത്തിലെയും രാജ്യത്തിലെയും സമാധാനം നഷ്ടപ്പെടുന്ന വിധത്തിലുള്ള പ്രവർത്തികളിൽ എല്ലാവരും കൂട്ടത്തോടെ ഇറങ്ങി തിരിക്കുമ്പോൾ ഉണ്ടാകുന്ന അപകടം, അത് മാത്രമാണ് നമ്മൾ ചിന്തിച്ചെടുക്കേണ്ടുള്ളൂ. ഈ പുതിയ തലമുറ ഒരു കണക്കിൽ ചെയ്യുന്നത് ഒരു സനാതനധർമ്മ മൂല്യങ്ങളുടെ ഒരു പരിവർത്തിത രീതിയിൽ, എന്ന് വെച്ചാൽ ഈ കാലഘട്ടത്തിന് അനുസൃതമായ രീതിയിൽ ഉപയോഗപ്പെടുത്തുന്ന പുതിയ തലമുറയും ഉണ്ട് കേട്ടോ. ഇപ്പോൾ ലെനയെ പോലെയുള്ള ആളുകളൊക്കെ അതിൽ പെടുന്നു വേണമെങ്കിൽ പറയാം.
പക്ഷേ അതേസമയം നമ്മൾ ഈ പീഡകരെയും വഞ്ചിക്കുന്നവരെയും ഒക്കെ അപ്പുറത്ത് കാണുമ്പോൾ ഞാൻ മനസ്സിലാക്കിയത് എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു സാധാരണ പുരുഷൻ അല്ലെങ്കിൽ ഒരു സാധാരണ സ്ത്രീ എന്നൊക്കെ പറഞ്ഞാൽ, സാധാരണ പുരുഷൻ എന്ന് പറഞ്ഞാൽ ഒരു പ്രൊഡക്ഷൻ ഹൗസ്, സാധാരണ സ്ത്രീ എന്ന് പറഞ്ഞാൽ അവർ ഒരു വികാരവിക്ഷോഭങ്ങളുടെ ഒരു വൈക്കോൽ കൂന. അപ്പോൾ ഇത് രണ്ടും കൂടി അടുത്ത് വരുമ്പോൾ എന്താ വെച്ചാൽ സ്വാഭാവികമായ ചില തീപിടുത്തങ്ങളാണ് നടക്കുന്നത്. പക്ഷേ ഈ വഞ്ചിച്ച് വെറുതെ കടന്നു പോകുന്ന ആലോചിക്കണം. ഇന്നത്തെ കാലത്ത് വഞ്ചിതരായവർക്ക് അത് തുറന്നു പറയാൻ മടിയില്ലാത്ത കാലമാണ്. അപ്പം നിങ്ങളിൽ എന്തെങ്കിലും നല്ല പ്രതിച്ഛായ സൂക്ഷിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രവർത്തികൾ നിർമ്മലമാക്കാൻ നിങ്ങൾ ശ്രദ്ധിച്ചേ പറ്റുള്ളൂ. അല്ലെങ്കിൽ ചോദ്യമുനകൾക്ക് മുന്നിലിങ്ങനെ ചൂളിപ്പകച്ച് നിൽക്കേണ്ടതായും നേടിയതെല്ലാം നഷ്ടപ്പെടുത്തേണ്ടതായും വരും. ഇതിൽ നിന്നുകൊടുത്തവരും നിന്നവരും ചെയ്തവരും എല്ലാം ഒരേപോലെ തെറ്റുകാരായിരിക്കാം. അത്തരത്തിലുള്ള പ്രവണതകളെ നമുക്ക് വിമർശിക്കാൻ തോന്നുന്നത് ഇപ്പോഴും നമ്മുടെ ഉള്ളിൽ അന്യനെ ഉപദ്രവിക്കാതെ ജീവിക്കാനുള്ള മാനസികമായ ത്വരയുണ്ട്. അത് ബാക്കി കിടക്കുന്നത് കൊണ്ടാണ്. മനസ്സിലായോ? അപ്പോൾ എല്ലാവരെയും സമരായി കണ്ടുകൊണ്ട് സഹിഷ്ണുതയോടെ ജീവിക്കാനുള്ള ഒരാവേശം നമ്മൾ പുതിയ തലമുറയിൽ ഉണ്ടാക്കിയേ പറ്റൂ. ഇപ്പം നമ്മൾ വെസ്റ്റേണൈസ് ആയി പോയി, അതായത് പാശ്ചാത്യരെ കണ്ട് അതുപോലെ പഠിച്ചു എന്ന് പറഞ്ഞു. പക്ഷേ പാശ്ചാത്യരും സത്യസന്ധമായ ചില വിവേകമുള്ള ബോധ്യങ്ങൾ ഉൾക്കൊണ്ടാണ് ജീവിക്കുന്നത്. നമ്മുടെ ഇവിടുത്തെ പോലെ പ്രണയം നഷ്ടപ്പെട്ടാൽ ആസിഡ് എടുത്ത് പുറകെ ഓടില്ല. അവർ രമ്യമായി പറഞ്ഞു തീർക്കാനുള്ള ആർജവമുണ്ട് അവർക്ക്. നമ്മളെന്താ, അതുമില്ല, കടിച്ചതുമില്ല, പിടിച്ചതുമില്ല, അവിടേക്കും എത്തിയിട്ടില്ല, ഇവിടത്തെയും പോയി. മനസ്സിലായോ? ഇപ്പോൾ ഈ ഡ്രഗ്സ് മാഫിയകളായി വളർന്നു കൊണ്ടുവരുന്നവരുടെ ഇരയാക്കപ്പെടുന്നവർ നിർദോഷികളായ കുഞ്ഞുമക്കളും അതിലൂടെ കുടുംബങ്ങളുമാണ്. അപ്പോൾ എവിടെയാണ് പ്രശ്നമെന്ന് പറയട്ടെ. ഞാനൊക്കെ ചെറിയ കുട്ടിയാവുമ്പോൾ എന്നും സന്ധ്യാനാമം ചെല്ലും. നമഃശിവായ നാരായണായ നമഃ എന്ന് തുടങ്ങിയിട്ട് ഒരുപാട് മന്ത്രങ്ങൾ ചൊല്ലിക്കും, ഈശ്വരന്മാരെ പൂജിപ്പിക്കും. അത് കഴിഞ്ഞിട്ട് ശനി ഞായർ തിങ്കൾ എന്ന് പറഞ്ഞിട്ട് ആഴ്ചകൾ, പക്കം, തിഥി, ഈ മാസങ്ങൾ, ഇതൊക്കെ മലയാളത്തിൽ ചൊല്ലാൻ പഠിപ്പിക്കും. ഒരു സാമാന്യ ബോധമുള്ള കുട്ടികളായിട്ടാണ് ഞങ്ങളൊക്കെ വളർന്നത്. ഇന്നത്തെ എത്ര കുട്ടിക്ക് ശനി ഞായർ തിങ്കളൊക്കെ കറക്റ്റായിട്ട് ഈ 7 ദിവസങ്ങളും 28 നാളുകളും 12 മാസങ്ങളും ഒക്കെ പറയാനും വായിക്കാനും എണ്ണാനും മലയാളത്തിലൊക്കെ സാധ്യതയുണ്ട്? ഇല്ല. കാരണം നമ്മളവരെ അതൊന്നും ശീലിപ്പിക്കുന്നില്ല. മനസ്സിലായോ? നമുക്കതിന് സമയമില്ല. എൻ്റെ മക്കളും സത്യത്തിൽ മലയാളം വലിയ ധാരണയില്ലാതെ വളർന്നു. കാരണം പുറത്ത് പഠിച്ചു വളരേണ്ട സാഹചര്യം വന്നു, അവരുടെ അച്ഛന് ജോലി എവിടെ ആയതുകൊണ്ട്. പക്ഷേ ഞാനൊരു കാര്യം ചെയ്തു, കുറേ പുസ്തകങ്ങൾ വായിക്കാൻ കൊടുത്തു. വായിച്ച് വളർന്നതുകൊണ്ട് ഈ എല്ലാ സനാതന ഗ്രന്ഥങ്ങളും, രാമായണവും മഹാഭാരതവും ഭഗവത്ഗീതയും ബൈബിളും ഖുറാനും എല്ലാം അവർ വായിച്ചു. അതുകൊണ്ട് ചെയ്യുന്ന പ്രവൃത്തികളെക്കുറിച്ച് നല്ല ധാരണയുണ്ട്. സമാധാനം എനിക്ക്. മനസ്സിലായോ? അപ്പോൾ നമ്മളെപ്പോഴും മൂല്യങ്ങളിൽ ജീവിക്കുമ്പോൾ സമൂഹത്തിലും ലോകത്തിലും സമാധാനമുണ്ടാകും എന്നതുകൊണ്ട് മാത്രമാണ് മൂല്യബോധമുള്ളവരാവാൻ പറയുന്നത്. അല്ലാതെ ഇതിൽ ഇത്ര പേടിക്കേണ്ടതായിട്ട് ഒന്നും തന്നെ ഇല്ല. മനസ്സിലായോ പ്രിയരെ? ഇത്തരമൊരു വിഷയം ഞാൻ സംസാരിക്കുമ്പോൾ നിങ്ങളിൽ പലർക്കും അത് അനിഷ്ടമുണ്ടാക്കുമോ എന്ന് എനിക്കറിയില്ല. എങ്കിലും ഇനി നിങ്ങളൊന്നും വായിച്ചില്ലെങ്കിലും സ്വന്തം മനസാക്ഷിയെ കേൾക്കുക. അന്യന് അഹിതമായത് പ്രവർത്തിക്കില്ല എന്ന ദൃഢനിശ്ചയം ഉള്ളവരാവുക. അത്രയും ചെയ്താൽ സമ്പുഷ്ടമായ, സമാധാനപൂർണമായ, ശാന്തിയുള്ള ഒരു രാജ്യം
ശാന്തിയുള്ളൊരു സമൂഹം, ശാന്തിയുള്ളൊരു കുടുംബം നമുക്കും ഉണ്ടാവും. ഇതേക്കുറിച്ച് വിശദമായ സംവാദം, വിശദമായ അഭിപ്രായ പ്രകടനങ്ങൾ സമൂഹത്തിലെമ്പാടും നടക്കേണ്ടതാണ്. അത് ഒരു അത്യാവശ്യമായ കാലഘട്ടത്തിൽ കൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അപ്പോൾ ഇന്നത്തേക്ക് ഞാൻ ഇത്രയിൽ നിർത്തുകയാണ്. നീട്ടി വലിച്ചു കൊണ്ടുപോയി നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. ഇഷ്ടപ്പെട്ടാൽ കേൾക്കുക, അഭിപ്രായം പ്രകടിപ്പിക്കുക. നന്മ വരട്ടെ എന്ന് മാത്രം പ്രാർത്ഥിക്കുക. നമ്മൾ പറയില്ലേ, എത്ര നാര്യസ്തു പൂജന്തി രമന്തി തത്ര ദേവത. നാരികളെ പൂജിക്കുന്നിടത്ത് ദൈവചൈതന്യം, ദേവി കളിയാടുന്നു അല്ലേ? അതിൽ അടങ്ങിയ അന്തരാർത്ഥം എന്താണെന്നറിയോ? ആ പൂജിക്കുന്ന പുരുഷനെ പൂജിതനാക്കുന്നു. അയാളെ തിരിച്ച് നമ്മൾ പൂജിക്കും. അപ്പോൾ കാരണം റെസ്പെക്റ്റ്, സ്നേഹം, കരുതൽ, ദയാവായ്പ്, സ്നേഹം ഇതൊക്കെ ഇങ്ങോട്ട് കിട്ടുമ്പോൾ എന്തല്ലോ തിരിച്ച് നമ്മൾ അവർക്ക് കൊടുക്കുക എന്താ? അതിനേക്കാൾ മൂല്യമുള്ള സ്നേഹം, കരുതൽ. മനസ്സിലായോ? അപ്പോൾ ഈഗോ ഒക്കെ കളഞ്ഞ് പരസ്പരം സമരസപ്പെട്ട് ജീവിക്കുന്ന ഒരു സമൂഹം നമുക്കുണ്ടാകട്ടെ എന്ന പ്രാർത്ഥന. പീഡനങ്ങളില്ലാതിരിക്കട്ടെ, ആർക്കും ഒന്നും നഷ്ടപ്പെടാതിരിക്കട്ടെ, പേരും പ്രശസ്തിയും നഷ്ടപ്പെടാതിരിക്കട്ടെ, അതേപോലെ മറ്റുള്ളവർക്ക് മാനവും അഭിമാനവും നഷ്ടപ്പെടാതിരിക്കട്ടെ. അതിന് പറ്റിയ മാനസിക നിലവാരമുള്ള ഒരു സമൂഹത്തെ വാർത്തെടുക്കുന്നതിന് കൈകോർത്ത് നിൽക്കാൻ നമുക്ക് സാധിക്കട്ടെ. താങ്ക് യു. ഇഷ്ടപ്പെട്ടാൽ കാണുക കേട്ടോ.